ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. 8 മുതൽ 10 വരെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോൺടാക്ട് 7034230835. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ, തലവിൽ, കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ ചേലോറ എളയാവൂർ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ കാനാമ്പുഴ അതിജീവന പദ്ധതിയിൽ ഗുരുതരമായ അഴിമതിയും നിയമലംഘനങ്ങളും നടന്നതായും ഇതു സംബന്ധിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോവിൽ പരാതി നൽകിയതായി ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ടി മാധവനും RMP നേതാവ് PP മോഹനും പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. അംഗീകൃത DPR ഇല്ലാതെയാണ് പ്രവർത്തനം നടത്തിയതെന്നും വിവരാവകാശ വിവരം സൂചിപ്പിക്കുന്നതായി ഇവർ പറഞ്ഞു. സ്ഥലം MLAയും മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ആസ്തി വികസന ഫണ്ടുകളും സംസ്ഥാന ബജറ്റ് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തിയെങ്കിലും പണികളെല്ലാം നടത്തിയത് CPM ആണെന്ന് ഇവർ ആരോപിച്ചു. നിർമ്മാണത്തിന് 10 കോടി രൂപയോളം ചിലവായിട്ടുണ്ടെന്ന് ലഭ്യമായ രേഖകൾ പറയുന്നുണ്ടെങ്കിലും പകുതി തുക പോലും ഇത്രയും പ്രവൃത്തിക്ക് വേണ്ടെന്നുമാണ് കരുതുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് സാധാരണയായി പാലിക്കേണ്ട ഇറിഗേഷൻ വകുപ്പിന്റെ ഔദ്യോഗിക ഘടകങ്ങൾ ഒഴിവാക്കപ്പെടുകയും പ്രാദേശിക അധികാരികൾക്ക് പുറത്തുള്ള തലശ്ശേരി സബ് ഡിവിഷനെ പദ്ധതി നിർവഹണ ചുമതല ഏൽപ്പിച്ചത് സംശയാസ്പദമാണെന്നും ഇവർ പറഞ്ഞു. ആയതിനാൽ പദ്ധതി നിർവഹണത്തിൽ ഗുരുതരമായ അഴിമതിയും നിയമലംഘനങ്ങളും നടന്നിട്ടുണ്ടെന്നും വിജിലൻസിന് നൽകിയ പരാതിയിൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. കാനാമ്പുഴ പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിൽ കരിങ്കൽ ഭിത്തി കെട്ടി, അത് കരിങ്കൽ കെട്ടുകാർ പറയും ഡ്രൈ കെട്ട് കെട്ടി എന്ന് പറയും. ഇടയിൽ ഫില്ല് ചെയ്യാതെ കണ്ട് കല്ല് പൊറുക്കി വെച്ചിട്ട് കെട്ടി, അതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് മാറ്റ്, സ്ക്വയർ മാറ്റ്, ചകിരി കൊണ്ടുള്ള പായ വിരിച്ച് കെട്ടി, സൈഡിൽ ചെങ്കല്ല് വിരിച്ച് നടപ്പാതി ഉണ്ടാക്കി, അതിന് മുഴുവൻ ലൈറ്റുകൾ സ്ഥാപിച്ച് ഉണ്ടാക്കിയ 2 കിലോമീറ്ററും 200 മീറ്ററും ദൂരം ചെയ്തതിന് 6,40,00,000 രൂപ ചെലവഴിച്ചിരിക്കുക. എങ്ങനെ നോക്കിയാലും ഞങ്ങൾ സാങ്കേതിക വിദഗ്ധർ, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ആളുകളെ വെച്ച് ഈ വർക്കുകൾ എങ്ങനെ നോക്കിയാലും അതിൻ്റെ 1/3 തുക കൊണ്ട് പൂർത്തീകരിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങളിന്ന് പോയി നോക്കിയാൽ ആ സ്ട്രീറ്റ് ലൈറ്റിൽ പകുതി പോലും കത്തുന്നില്ല. ഞങ്ങളൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ 3 കോടി, അത് കൂട്ടി പറഞ്ഞാൽ 4 കോടിയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വികസനം. എങ്ങനെ വെള്ളം ചേർത്താലും കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് വേറെയൊക്കെ നോക്കിയാലും വലിയ ഫണ്ട്, ഒരു 6 കോടിയോളം രൂപയുടെ ഫണ്ടാണ് അഴിമതിയായി പോയിരിക്കുന്നത്. അത് എവിടേക്ക് പോയി? MLA നേരിട്ട് അഴിമതി നടത്തിയാണോ? അതല്ല, MLAയുടെ പിന്നിൽ ഇതിന് ജനകീയ സമിതികൾ ആദ്യം രൂപീകരിച്ചു 2017 തന്നെ. പത്രങ്ങളിൽ വാർത്തകൾ വന്ന നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺവീനർ CPMന്റെ നേതാവ് N ചന്ദ്രനാണ്. അദ്ദേഹം നേരത്തെ കടന്നപ്പള്ളിയുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറുമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കടന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ട സാറിന് ഒരു ഡമ്മി MLA എന്ന രൂപത്തിലാണ് കടന്നപ്പള്ളി. അതിൻ്റെ പിന്നിൽ എല്ലാ പ്രവർത്തനങ്ങളും കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത്, ചെയ്യിക്കുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് CPMന്റെ നേതാവ് N ചന്ദ്രനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങൾ വിജിലൻസിൽ പരാതി കൊടുത്തിരിക്കുന്നതിൽ കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി പറയുകയാണ്. ഒന്ന്, ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഓഡിറ്റ് ചെയ്യപ്പെടണം. കാനാമ്പുഴ പദ്ധതിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണം, കണക്കുകളും ഓഡിറ്റ് ചെയ്യപ്പെടണം. ഇതുവരെ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, ജനകീയ സമിതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മിനിറ്റ്സ് മുഴുവൻ പരിശോധിക്കപ്പെടണം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്കരക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ്, അഞ്ചരക്കണ്ടി റോഡ്, ചക്കരക്കൽ.